മനസ്സിലായില്ലേ? പക്ഷേ റെയിൽവേ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. നമ്മുടെ അഖിൽ സാറ് നമ്മുടെ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന 6 മാസം അത് തള്ളല്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള കുട്ടികളുണ്ട്. അവരെ പറ്റി ഞാൻ ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കാം. ഈ 6 മാസം കൊണ്ട് റെയിൽവേ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ? നമ്മുടെ ഗ്രൂപ്പിലുള്ള പഴയ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എനിക്ക് ഒരു തരത്തിലുള്ള ഫേവറും ചെയ്യണ്ട. നിങ്ങൾക്ക് ഉള്ളതുപോലെ പറയാം. 6 മാസം കൊണ്ട് റെയിൽവേ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഉള്ളതാണോ കള്ളമാണോ? പറ്റും. അത് നമ്മുടെ പഴയ ബാച്ചിലെ പിള്ളേര് തെളിയിച്ചതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡൻസ് അത് തെളിയിച്ചതാണ്. ആ ബാച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്ക് പോലും ഒരു ഉറപ്പില്ല. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ബാച്ചാണ്. എനിക്ക് പോലും ഒരു ഇതില്ല. ഇവര് പക്ഷെ സിലബസ് എളുപ്പമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഇവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവരെത്രത്തോളം ഇതുമായിട്ട് അഡാപ്റ്റ് ആകുന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇവരെല്ലാം PSC പഠിക്കുന്നവരാണ്. ഇതിൽ മെജോറിറ്റിയും PSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരാണ് ഈ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ആയിട്ട് റെയിൽവേയിലോട്ട് വന്നവര്. അപ്പൊ ഇവര് പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഇവർ ഇതുമായിട്ട് അഡാപ്റ്റ് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവര് പെട്ടെന്ന് അഡാപ്റ്റ് ആയി. അങ്ങനെ 6 മാസം കൊണ്ട്, 6 മാസം ഒന്നും വേണ്ടി വന്നില്ല, എന്നാലും പറയാം, 6 മാസം കൊണ്ട് ഇവര് ഫുള്ള് റെയിൽവേ സിലബസിലെ മാത്സ് ആൻഡ് റീസണിങ് അരച്ച് കലക്കി കുടിച്ചില്ലേ? ഇപ്പം മാത്സ് ആൻഡ് റീസണിങ് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയത്തില്ലേ? റെയിൽവേ എക്സാമിന്റെ ഒരു ഗ്രൂപ്പ് ഡി എക്സാമിന്റെ മാത്സ് ആൻഡ് റീസണിങ് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാം അല്ലേ? കാരണം അത്രയ്ക്കേ ഉള്ളു. റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എന്ന് പറയുന്നത് അത്രയ്ക്കേ ഉള്ളു. ഒരു 15 ടോപ്പിക്ക് റീസണിങ് പഠിക്കാൻ കാണും. ഒരു 20-25 ഇടയ്ക്ക് വെച്ചിട്ട് മാത്സും പഠിക്കാൻ കാണും. ഇത്രയേ ഉള്ളു. ഈ മാത്സും റീസണിങ്ങും പഠിച്ചാൽ തന്നെ നമുക്ക് 55 മാർക്കായി. മൊത്തം 100 മാർക്കിന്റെ എക്സാം ആണ്. 90 മിനിറ്റ് 100 മാർക്ക് 90 മിനിറ്റ് എക്സാം ആണ്. അതില് 20 മാർക്ക് മാത്സ്, പിന്നെ റീസണിങ് 35 മാർക്ക്. അപ്പൊ തന്നെ എത്രയായി? 55 മാർക്കായി. ഏതാണ്ട് 70 മാർക്കിന് മേപ്പോട്ട് മേടിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇനി ബാക്കി നമുക്ക് ഒപ്പിക്കാനുള്ളത് സയൻസ് ആണ്. സയൻസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കേരള PSC ലെവല് സയൻസ് പഠിച്ചാൽ മതി. സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ 25 മാർക്ക് കിട്ടും. അപ്പൊ തന്നെ എത്രയായി? 55, 5, 6, 80 മാർക്കായി. ഇത്രയും പഠിച്ചാൽ തന്നെ 80 മാർക്കായി. നിങ്ങൾ GK പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും കേരള PSCയുടെ ഒരു 1000 പേജുള്ള ഒരു റാങ്ക് ഫയൽ കാണാതെ പഠിക്കുന്ന പോലെ റെയിൽവേയിൽ നിങ്ങൾ GK പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് GK ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. 20 മാർക്കിനും കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചത്. മനസ്സിലായി? ഈ കറണ്ട് അഫയർ എന്ന് പറയുന്നത് അത്യാവശ്യം ടഫ് കറണ്ട് അഫയർ ആയിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും ടഫായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ 20 എണ്ണം വിട്ടേരാം, ബാക്കി 80 നോക്കിയാൽ മതി. ആ 80 എണ്ണം പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ആ 80 എണ്ണം പഠിക്കാൻ വലിയ മലമറിക്കുന്ന ഒരു ടാസ്ക് ഒന്നും അല്ല ഈ റെയിൽവേയുടെ 80 മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ. അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് മാത്സും റീസണിങ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 6 മാസം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. 6 മാസം നമ്മൾ തീർത്തിരിക്കും. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ച് തുടങ്ങിയ സമയത്ത് 120 പിള്ളേരുണ്ടായിരുന്നു. 120 പേര്. അത് പിന്നെ കുറഞ്ഞു ഒന്ന് അവസാനം ഒരു 40-50 ഒക്കെ ആയി. അപ്പോ ഇതിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും PSCയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ്. മനസ്സിലായി? നിങ്ങളെല്ലാം PSCയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു റെയിൽവേയുടെ ഒരു ടോപ്പിക്കിലേക്ക് സിലബസിലേക്ക് വന്ന സമയത്ത് ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് അത് പ്രയാസമായിട്ട് തോന്നും, പാടായിട്ട് തോന്നും. അതായത് നിങ്ങൾക്ക് നല്ല ടഫായിട്ട് തോന്നും. ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് റെയിൽവേയുടെ സിലബസ് നല്ല ടഫായിട്ട് തോന്നും. ആ സമയത്ത് ക്വിറ്റ് ചെയ്ത് പോയവരാണ് ഈ പറഞ്ഞ ബാക്കി 60 പേര് 70 പേര്. മനസ്സിലായില്ലേ? പക്ഷെ ആ ഒരു മാസം നിങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ തുടക്ക എക്സാമുകളിൽ നമ്മൾ എല്ലാ ആഴ്ചയും മോഡൽ എക്സാമുകൾ നടത്താറുണ്ട്. 100 മാർക്കിന്റെ മോഡൽ എക്സാം നടത്താറുണ്ട്. ആ മോഡൽ എക്സാമിന് 30 മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്നവരുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എക്സാമിനും 30 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നവരുണ്ട്. 100-ൽ 30 വാങ്ങിക്കൊണ്ടിരുന്നവരുണ്ട്. അപ്പൊ അവരെന്നോട് വിഷമം പറയുമായിരുന്നു, സാർ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് 30 മാർക്കേ കിട്ടുന്നുള്ളൂ. എന്റെ മാക്സിമം ശ്രമിച്ച് എനിക്ക് 30 മാർക്കേ കിട്ടുന്നുള്ളൂ.
നല്ലോണം ഞാൻ പഠിച്ചു, എല്ലാം ചെയ്തു, എന്നിട്ട് എനിക്ക് 30 മാർക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തുടങ്ങിയതല്ല ഉള്ളൂ, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു 10ാമത്തെ എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. ഒരു 10ാമത്തെ എക്സാം ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. ആതിരയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആതിരയായിരുന്നു അത്. 10ാമത്തെ എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞു. 10ാമത്തെ എക്സാം ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ 30 വാങ്ങിയ കുട്ടി ഫസ്റ്റായി. ആ ബാച്ചിൽ ഫസ്റ്റ് വാങ്ങിച്ചു, മനസ്സിലായില്ലേ? ആ 30 വാങ്ങിയ കുട്ടി ആ ബാച്ചിൽ ഫസ്റ്റായി. 66, 67 മാർക്ക് വാങ്ങി, അത് ഫസ്റ്റ് വാങ്ങിച്ചു, മനസ്സിലായില്ലേ? അപ്പം അതാണ് മാറ്റം, അതാണ് മാറ്റം, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് പോലും നിങ്ങളിൽ വിശ്വാസമില്ലാതെ സമയത്ത് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പോലും, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് പോലും ഒരു വിശ്വാസമില്ലായിരുന്നു, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് പക്ഷെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് ജയിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ആണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ കറക്റ്റ് 10ാമത്തെ എക്സാം എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ ആതിരെ? കറക്റ്റ് 10ാമത്തെ എക്സാമിന് ആതിരെ 66 മാർക്ക് വാങ്ങിയില്ലേ? അല്ലേ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 10ാമത്തെ എക്സാം എന്ന് ഞാൻ പറഞ്ഞു. 10ാമത്തെ എക്സാമിന് 66 മാർക്ക് വാങ്ങി ഫസ്റ്റായി. പിന്നെ അതിനുശേഷം അവസാനം ഒരു 30 റേഞ്ചിൽ മാർക്ക് വാങ്ങിച്ചിട്ടുന്ന വേറെ സ്റ്റുഡൻസും ഉണ്ട്. അവര് പോലും നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് 60-ന് മേളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, മനസ്സിലായി? നമ്മുടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന 30 പേരിൽ, അവസാനത്തെ 30 പേരിൽ എല്ലാവരും 60-ന് മേളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൽ 82 ടോപ്പ് സ്കോർ. അതായത് ഇക്കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് നമ്മുടെ സ്റ്റുഡൻസിൽ 82 മാർക്കാണ് ടോപ്പ് സ്കോർ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ബാച്ചിൽ എത്ര പേർക്ക് കൃത്യമായിട്ട് ജോലി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ലിസ്റ്റിൽ കയറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനം വരെ ഉണ്ടായിരുന്ന ആ 30 പേരിൽ എല്ലാവരും ലിസ്റ്റിൽ കയറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഏറ്റവും ടോപ്പ് കിട്ടിയേക്കുന്ന 82 മാർക്കാണ്. ഇത്രയും കറണ്ട് അഫെയർ ടഫായ ഒരു ക്വസ്റ്റ്യൻ ഇതിലാണ് 82 മാർക്ക് നമ്മുടെ ഒരു സ്റ്റുഡന്റ് വാങ്ങിയിരിക്കുന്നത്. ഇതുപോലെ ആ റേഞ്ചിൽ എല്ലാവരും ഉണ്ട്, 70 എബോ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇവരാരും റെയിൽവേ എക്സാമിന് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളവരോ എഴുതിയിട്ടുള്ളവരോ അല്ല. പലരുടെയും ഒരു 90% ആൾക്കാരുടെയും ഫസ്റ്റ് റെയിൽവേ എക്സാം ആയിരുന്നു ഈ എക്സാം. എന്നിട്ടും അവർ ഇത്രയും മാർക്ക് വാങ്ങി. അവർക്ക് ഇത്രയും കോൺഫിഡൻസ് ആയി. അവർക്കെല്ലാം ഒരു PSC എക്സാം എഴുതാൻ പോകുന്ന പോലുള്ള ഒരു ഫ്രീനെസ് അല്ല, അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം ഇതവർ പഠിച്ചിട്ടാ പോകുന്നത്. ഒരു PSC എക്സാം എഴുതുന്ന നമ്മൾ കിട്ടിയാ കിട്ടി പോയാ പോയി, ഈ ഒരു മൈൻഡിലാണ് നമ്മൾ ഒരു PSC എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷെ ഇവരെല്ലാം, നമ്മുടെ ബാച്ചിലെ 30 സ്റ്റുഡൻസും റെയിൽവേ എക്സാം എഴുതാൻ പോയത് എനിക്ക് കിട്ടും എന്ന് തന്നെയുള്ള ഒരു വിശ്വാസത്തില. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഒരു ടെൻഷനും പേടി. കാരണം ഇത് അവര് നല്ലോണം പഠിച്ചിട്ടാ പോകുന്നത്. അപ്പൊ അവർക്കിത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമാവും, മനസ്സിലായില്ലേ? കാരണം അവർ അത്ര പഠിച്ചിട്ടാ. PSC പോലെ, നമ്മൾ PSC എന്ന് പറഞ്ഞാൽ ഫുള്ള് സിലബസ് ഒന്നും കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റാറില്ല. അപ്പൊ നമ്മൾ എന്തായാലും പോയി എഴുതാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ഭാഗ്യ പരീക്ഷണത്തിനാണ് PSC എഴുതാൻ പോകുന്നത്. പക്ഷെ റെയിൽവേ എക്സാം നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻസ് അങ്ങനല്ല പോയി എഴുതിയത്. ഇത് കിട്ടുമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവർ പോയി എഴുതിയത്. ആ ലെവലിലാണ് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസം 1 മാസം 2 മാസം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക, മനസ്സിലായില്ലേ? എന്നാലേ നിങ്ങളുടെ ആ മാറ്റം അറിയാൻ പറ്റും. അല്ലാതെ 1-2 ആഴ്ച കൊണ്ട് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് പാടാ, എനിക്ക് തലയിൽ കയറുന്നില്ല, എനിക്ക് ഇതിന്റെ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നിർത്തിയിട്ട് പോകരുത്. 1 മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ ഇതിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും എളുപ്പമുള്ള ഒരു സാധനം വേറെ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിലായില്ലേ? അതായത് ഒന്നുമില്ല, നമ്മളൊരു വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, നമ്മൾ കൈകാലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ താന്നു പോകും. വെപ്രാളപ്പിടിയോ കൈകാലിട്ട് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ താന്നു പോകും. സമാധാനമായിട്ട് നമ്മൾ മൂക്ക് പോത്ത് പിടിക്കുകയോ അല്ലെ ശ്വാസം പിടിച്ചിട്ട് സമാധാനമായിട്ട് കുറച്ചു നേരം നിന്ന് നോക്കിയേ, വെള്ളത്തിൽ കിടന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരും, മനസ്സിലായില്ലേ? എന്തായാലും നീന്തൽ അറിയത്തില്ലെങ്കിൽ 2 കേസിലും മരിച്ചു പോകും, ചത്തുപോകും. പക്ഷെ എന്നാലും ഞാൻ പറയുക, വെപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് മുങ്ങിപ്പോവും. കുറച്ചൊന്ന് സമാധാനമായിട്ടിരിക്കുകയെങ്കിൽ നമ്മൾ പതുക്കെ പൊങ്ങി വരും. മേളി വന്നിട്ടൊന്ന് ജസ്റ്റ് കൈ കാണിക്കാനുള്ള ഒരു സമയമെങ്കിലും നമുക്ക് കിട്ടും, മനസ്സിലായില്ലേ? അതുപോലാണിത്. നിങ്ങൾ കിടന്ന് വെപ്രാളം പിടിച്ച് കൈയാലിട്ട് അടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതിൽ റെയിൽവേ എക്സാമിൽ അല്ലെങ്കിൽ റെയിൽവേ സിലബസിൽ നിങ്ങൾ താന്നു പോകത്തേ ഉള്ളൂ. നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരുന്നാൽ, നിങ്ങൾ മൈൻഡ് ഫ്രീ ആയിട്ട് വിട്ട് ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മുകളിലോട്ട് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മേപ്പോട്ട് പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിത് പലരുടെയും മാറ്റം നേരിട്ട് കണ്ട് അറിഞ്ഞ, മനസ്സിലായില്ലേ? അതായത് പലരും, കുറെ പേര് അവര് 30-35 മാർക്ക് കണ്ടിന്യൂസ് മേടിച്ചുകൊണ്ട് ഓരോ എക്സാം കഴിയുമ്പോഴും അവർ ഇനി ഇമ്പ്രൂവ് ആയി വന്ന് 35ആയി, 40ആയി, 45ആയി, 50ആയി, അങ്ങനെ പോയി ഒരു 60-70 റേഞ്ചിലോട്ട് പോയവരാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും. അപ്പൊ അതെന്ന് പറഞ്ഞാല്, അതായത്
വലിയൊരു ഒരു ഒരു എഴുത്തുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പിന്നെ വല്ലപ്പോഴും ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഡെയിലി ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് നല്ലതെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും നിങ്ങൾ ഡെയിലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു ദിവസം മുടങ്ങാതെ നിങ്ങൾ ഡെയിലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, വല്ലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളെക്കാൾ മുകളിൽ പോവാന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് സ്ഥിരോത്സാഹം, പെർസിവിയറൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് എല്ലാ എക്സാമുകൾക്കും. എക്സാം അല്ല, എന്തോ ആയിക്കോട്ടെ. ഉസൈൻ ബോൾട്ട് 9.58 സെക്കൻഡില് ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടി. 9.58 സെക്കൻഡില് ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടി. അപ്പം വേണമെങ്കിൽ നമുക്ക് നിസ്സാരമാക്കി പറയാം, 9 സെക്കൻഡ് അല്ലേ, പിന്നെ 9 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ ഈ 9 സെക്കൻഡില് 9.58 സെക്കൻഡിൽ 100 മീറ്റർ ഓടാൻ 20 വർഷം അയാൾ ട്രെയിൻ ചെയ്തു. 20 വർഷത്തെ ട്രെയിനിങ്ങിലൂടെയാണ് അയാൾ ഈ 9.58 സെക്കൻഡ് ഓടിയത്. മനസ്സിലായില്ലേ? അപ്പൊ ആരോ ആയിക്കോട്ടെ, അതായത് പിന്നെ സ്പോർട്സ് ആയിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ഒറ്റ ദിവസം കൊണ്ട് ആരും മാസ്റ്റർ ആയിട്ടില്ല. മനസ്സിലായി? നമ്മൾ കണ്ടിന്യൂസ് 1 മാസം 2 മാസം കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അല്ലാതെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പൊ ജോയിൻ ആകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നിങ്ങൾ ഇത് പഠിച്ചെടുക്കാന്ന് പറഞ്ഞ് വരല്. നിങ്ങൾക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ പാടായിട്ട് തോന്നുമായിരിക്കാം. മിനിമം 1 മാസം നിങ്ങൾ പിടിച്ചിരിക്കണം. 1 മാസം പിടിച്ചു നിന്നാലേ നിങ്ങൾ ഇതിനകത്തോട്ട് വരും. പിന്നെ ആ 1 മാസം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് വിട്ട് പോകത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ജോലിയും കൊണ്ടേ പോകും. ആ 1 മാസം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജോലിയും കൊണ്ടേ പോകും. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, എന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞാനങ്ങ് തുറന്നു പറയാണ്, സാറിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം പഠിക്കാൻ, ഞങ്ങൾക്കറിയാം എങ്ങനെ പഠിക്കണോ, ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന ലെവലിലേക്ക് നിങ്ങളാവും. മനസ്സിലായില്ലേ? ആണോ അല്ലയോ? സത്യമല്ല ഞാൻ ഈ പറയുന്നത്? നമ്മുടെ പഴയ സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ ഇപ്പൊ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ലതുപോലെ അറിയാം എന്ത് പഠിക്കണമെന്ന്, എങ്ങനെ പഠിക്കണമെന്ന് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇപ്പൊ ഒരു എക്സാം ഇട്ടാൽ പോലും നിങ്ങൾ അത്യാവശ്യം സ്കോർ ചെയ്യും. കാരണം ആ രീതിയിലാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ അതൊക്കെയാണ് നമ്മുടെ ബാച്ചിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് മാത്സ്, റീസണിങ്, സയൻസ്, കറണ്ട് അഫയർ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. മാത്സും റീസണിങ്ങും എടുക്കുന്നത് ഞാനാണ്. കറണ്ട് അഫയർ എടുക്കുന്നത് അഖിൽ സാറാണ്. സയൻസ് എടുക്കുന്നത് രാഖി മിസ് ആണ്. നിലവിൽ ഇത്രയും പേരാണ്. പിന്നെ ആഴ്ചയിൽ മിനിമം നമുക്ക് 3 ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ അതൊക്കെയാണ് നമുക്ക് 8 to 9 ആയിരിക്കും എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എല്ലാ ആഴ്ചയും ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും. 100 മാർക്കിന്റെ ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും എല്ലാ ആഴ്ചയും. ആ എക്സാമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും. ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. അതിൽ നിന്ന് നിങ്ങളുടെ ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെയാണ് പറയാം. പിന്നെ എനിക്ക് ഞങ്ങളെ ഇനി പുതിയ ബാച്ചിൽ ഇല്ല, നിങ്ങളെ പുതിയ ബാച്ചിൽ കയറ്റാനൊന്നുമില്ല. ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, എത്രത്തോളം ആ ഒരു ഇമ്പാക്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല നിങ്ങളെ കയറ്റാനൊന്നും ഇരിക്കത്തില്ല. കാരണം നിങ്ങളാണ് നമ്മുടെ ആണ് നമ്മുടെ ആദ്യത്തെ ബാച്ചാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ കയറ്റാതിരിക്കത്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ എത്രത്തോളം ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല നിങ്ങളെ കയറ്റാതിരിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ 350 രൂപയാണ് നമ്മുടെ ഫീസ്. അപ്പം ഈ 350 രൂപ നമ്മൾ പെർ മന്ത് ആണ്, നമ്മൾ എല്ലാ മാസവുമാണ് ഫീസ് കളക്ട് ചെയ്യുന്നത്. അല്ലാതെ 6 മാസത്തെ പൈസ ഒരുമിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ 6 മാസത്തെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോയി അല്ലേ? കാരണം പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒന്നും നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് പൈസ പോയെന്നൊരു തോന്നൽ വരും. ഇതങ്ങനല്ല. ഓരോ മാസം കഴിയും തോറും നിങ്ങൾക്ക് ഇത് പറ്റുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് മിനിമം 1 മാസം 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് തുടരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തുടർന്നാൽ മതി. നിങ്ങൾക്കപ്പോ സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, അക്കാഡമീസ് പോലുള്ള വലിയ വലിയ ചാനലുകളൊക്കെ ഉണ്ട്. അവര് 4,999 രൂപ, ഓൾമോസ്റ്റ് 5,000 രൂപയാണ് അവർ ഈ ഗ്രൂപ്പ് ഡി കോഴ്സിനൊക്കെ വാങ്ങുന്നത്. ഇതുപോലെ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും, വേറെ ഏത് ഇപ്പൊ സൈലോ എടുത്താലും ഏതെടുത്താലും
ഈ പറഞ്ഞ പോലെ വലിയ പൈസക്കാണ് അവരെല്ലാം പഠിപ്പിക്കുന്നത്. നമ്മള് തുച്ഛമായ പൈസക്കാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ അപ്പം ഈ പൈസക്ക് നമുക്ക് ബാക്കി എല്ലാ വലിയ വലിയ സ്ഥാപനങ്ങളിൽ കിട്ടുന്നതിനെക്കാട്ടിയും നല്ല സൗകര്യങ്ങളും ഫെസിലിറ്റികളും നമുക്ക് ഇവിടെ തരാൻ പറ്റും. നമുക്ക് ആപ്പുണ്ട്, ആ ആപ്പിലാണ് നമുക്ക് സ്വന്തമായിട്ട് ആപ്പുണ്ട്. ആ ആപ്പിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ നോട്ടുകൾ തരും, പ്രിന്റഡ് നോട്ടുകൾ തരും, PDF തരും നമ്മള്. പിന്നെന്താണ്, പിന്നെ എക്സാം ഉണ്ട്, ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എനിക്കറിയാൻ പറ്റും. ഫീ ഉണ്ട് 350 രൂപയാണ് ഫീസ്. പിന്നെ എനിക്കറിയാൻ പറ്റും എനിക്ക് പേഴ്സണലി എനിക്കറിയാൻ പറ്റും. നിങ്ങളുടെ ക്ലാസ്സിലെ കമന്റ്സുകൾ വായിച്ചിട്ടും നിങ്ങളുടെ എക്സാമിന്റെ മാർക്കൊക്കെ വെച്ചിട്ട് എനിക്ക് നിങ്ങളെ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ആ അനാലിസിസിലൂടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ആവണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് പേഴ്സണലി ഓരോരുത്തരുടെയും കുറവുകളും വീക്ക്നെസ്സും എന്തൊക്കെയാണ്, അപ്പൊ അതനുസരിച്ചിട്ട് അവരോട് അത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാന് ഞാനുണ്ട്. അപ്പൊ അതങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് പറ്റും കറക്റ്റ് ആയിട്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാത്തിലുപരി നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ റിസൾട്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ആ റിസൾട്ട് അങ്ങ് കാണിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ മനസ്സിലായില്ലേ? നമ്മളുടെ ഫസ്റ്റ് ബാച്ചിന്റെ റിസൾട്ട് വന്നായിരുന്നെങ്കിൽ ആ 30 പേരിൽ എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ളത് നമുക്ക് കാണിച്ചാൽ മതിയായിരുന്നു. ഓരോ സ്ഥാപനത്തിലൊക്കെ 10,000 അല്ലെങ്കിൽ 5,000-10,000 പേരൊക്കെ പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 30 പേർക്ക് ജോലി കിട്ടുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ 30 പേരേ ഉള്ളു. ആ 30 പേരില് 30 പേരും എന്റെ പ്രതീക്ഷയുണ്ട്. എന്നാലും അതിൽ എത്ര പേർക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് വന്നായിരുന്നെങ്കിൽ ജസ്റ്റ് അത് മാത്രം മതിയായിരുന്നു എനിക്ക് നിങ്ങളെ കാണിക്കാൻ. വേറൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ ക്ഷമ വേണം. ഞാൻ പറഞ്ഞ പോലെ 1 മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. PSC പഠിക്കുന്നവരാണ് നിങ്ങൾ. അപ്പൊ PSC പഠിക്കുന്ന പോലെ ഇപ്പൊ ഒരു GK വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലെ ഒരു PSC ഒരു കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത്രേ ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ നിങ്ങൾ വിചാരിക്കല്. അതിനെക്കാട്ടി ഈസി ആവും നിങ്ങൾക്ക്. നിങ്ങൾ 1 മാസമോ 2 മാസമോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന പോലെ. ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ നമുക്കൊന്നും പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ഉരുട്ടിക്കൊണ്ട് പോകുന്നിടത്ത് നമ്മളിങ്ങനെ സിംഗിൾ പെഡലില്, ഒറ്റ പെഡലില് നമ്മൾ ഇങ്ങനെ കുന്തി കുന്തി പോകാൻ തുടങ്ങും. പിന്നെയും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇടങ്കാലിട്ട് ചവിട്ടുക എന്ന് പറയും. ഇടങ്കാലിട്ട് ചവിട്ടാൻ ശ്രമിക്കും. പിന്നെയും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇടങ്കാല് നേരെ മേളിലൂടെ എടുത്ത് അപ്പുറത്ത് വിട്ട് ഫുൾ സൈക്കിൾ മേളിൽ കയറിയിരുന്ന് ചവിട്ടാൻ ശ്രമിക്കും. പിന്നെയും കുറച്ചാളെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൈവിട്ട് ചവിട്ടാൻ പഠിക്കും. പിന്നെയും കുറച്ചാളെ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 2 പേരെ ലോഡ് വെച്ചിട്ട് മൊത്തം 3 പേരെ ഒരു സൈക്കിളിൽ പോവാനും നമ്മൾ പഠിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ റെയിൽവേ ബാച്ചും. ആദ്യത്തെ 1 മാസം നിങ്ങൾ സൈക്കിൾ ഉരുട്ടുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ആ ഉരുട്ടുന്നത് കണ്ടിട്ട് എന്നെ കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കളഞ്ഞിട്ട് പോകരുത്. മനസ്സിലായി? മിനിമം 2 മാസത്തെ അല്ലെങ്കിൽ 1 മാസത്തെ 2 മാസത്തെ ക്ഷമ നിങ്ങൾ കാണിക്കണം. ആ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ. ആ ഒരു 2 മാസത്തെ ഇത് നിങ്ങൾ കാണിക്കുക. മനസ്സിലായില്ലേ? ആ 2 മാസം കൊണ്ട് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, 2026 നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ 2 മാസം നിങ്ങൾ PSCക്ക് വേണ്ടി വർഷങ്ങൾ ചെലവഴിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങൾ റെയിൽവേക്ക് വേണ്ടിയിട്ട് മിനിമം 2 മാസമെങ്കിലും ചെലവഴിക്കുക. ആ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ട് പോയിക്കോ. ഓക്കെ? ആ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നത് നിങ്ങൾ വിടുക. കാരണം നിങ്ങൾക്ക് ശരിക്കും പറ്റത്തില്ല. പിന്നെ നിങ്ങൾ അതിലേക്ക് അടിച്ചു പോയിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ഈ 2 മാസം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റും ഇത്, എന്നെ കൊണ്ട് അത്യാവശ്യം ഇത് പറ്റും, അത്ര പാടൊന്നുമല്ല, റെയിൽവേ സിലബസ് അത്ര പാടൊന്നുമല്ല, എനിക്ക് പറ്റും എന്നാ 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തുടരുക. മാത്സ് റീസണിംഗ് ഒക്കെ ടഫായ ആൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഗ്രൂപ്പിലെ ആരെങ്കിലും പഴയ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. മാത്സ് റീസണിംഗ് ടഫായ ആൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പഴയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, റീസണിങ് ഒന്നും അറിയാത്തവര്, അതായത് റെയിൽവേ സിലബസ് കണ്ടിട്ട് പോലും ഇല്ലാത്തവരായിരുന്നു നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. റെയിൽവേ സിലബസ് ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ലാത്തവരായിരുന്നു നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അവരുടെയൊക്കെ ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് അവരൊന്ന് പറഞ്ഞു കൊടുക്കുക, ആ കുട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, മാത്സ് റീസണിംഗ് ഒക്കെ പഠിക്കാൻ പറ്റൂല എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഞാൻ എത്രത്തോളം പറഞ്ഞാലും NTPC ക്ലാസ് നിലവില് ഗ്രൂപ്പ് ഡി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നോക്കട്ടെ, നിങ്ങളുടെ ഒരു ഇത് നോക്കട്ടെ, ഗ്രൂപ്പ് ഡിക്ക് എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ.
അതനുസരിച്ചിട്ട് നമുക്ക് NTPC സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഗ്രൂപ്പ് ഡി സ്റ്റാർട്ട് ചെയ്യട്ടെ, NTPC ഞാൻ പറയാം. ഗ്രൂപ്പ് ഡി പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാത്സ് റീസണിംഗ് ഒക്കെ NTPCക്ക് നിങ്ങൾക്ക് കിട്ടും. സെയിം സിലബസ് ആണ്. ഗ്രൂപ്പ് ഡി നന്നായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം NTPCയും കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ NTPCയുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഇവിടെ എക്സാം നടത്തിക്കൊണ്ടിരുന്നവരെ. അതിനാണ് ഇവര് 60ഉം 70ഉം ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അതൊക്കെയാണ് എനിക്ക് ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത്. ഒരു മാസം മിനിമം, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, 1 മാസം 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കുക മിനിമം. ആ 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ റെയിൽവേ ജോലിയും കൊണ്ടേ നിങ്ങൾ പോകും. പിന്നെ എന്റെ ആവശ്യമൊന്നും വേണ്ടി വരത്തില്ല. പിന്നെ ഞാൻ പഠിക്കണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും പിന്നെ നിങ്ങൾ വിടത്തില്ലത്. പിന്നെ നിങ്ങൾ റെയിൽവേ ജോലിയും കൊണ്ടേ പോകും. മനസ്സിലായി? അതാണ് ഇപ്പൊ നമ്മുടെ ഈ ബാച്ചിൽ കാണുന്ന പല സ്റ്റുഡൻസും, പഴയ ബാച്ചിലെ സ്റ്റുഡൻസ് ഞങ്ങൾ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നത് അതാണ്, അതിന്റെ തെളിവാണ്. മനസ്സിലായില്ലേ? കാരണം അവർ ഇതിനകത്ത് ഒരു താല്പര്യമില്ല വന്നവരാ. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇത് ഇത്രേ ഉള്ളെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പൊ അവർക്ക് ഇനി ഇത് വിടാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അവരുടെ മനസ്സിലറിയാം ഈ സാധനം എളുപ്പമെന്നറിയാം, അവരെ കൊണ്ട് പറ്റുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വിടാത്തത്. അവർ അടുത്ത ബാച്ചിന് ജോയിൻ ചെയ്യാൻ പോകുന്നതും അല്ലെ അടുത്ത എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇനിയിപ്പം അതിനെക്കാട്ടിയും കുറച്ചുകൂടായിട്ട് അവർ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങളും നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലെവലിലെത്താൻ നിങ്ങൾക്കും പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ ബാച്ചിനെ പറ്റി പറയാനുള്ളത്. പിന്നെന്താണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടേ ചോദിക്കാം. അപ്പൊ സിലബസ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ 20 റീസണിങ് 20 കറണ്ട് അഫയർ എന്ന് പറഞ്ഞത് അഖിൽ സാറൊക്കെ എടുത്ത കറണ്ട് അഫയറിൽ നിന്നും ഏതാണ്ട് ഒരു 5-6 ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ മലയാളം മീഡിയം ആണോ? അപ്ലൈ ചെയ്യുമ്പോൾ മലയാളം മീഡിയം കൊടുത്താൽ മതി. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സാം എഴുതാം. പക്ഷെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ മാത്രമേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മലയാളം കൊടുത്താൽ മതി. മലയാളം കൊടുത്താൽ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. അതുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾക്ക് എളുപ്പമാവുന്നത്. മനസ്സിലായില്ലേ? പഠിക്കാൻ എളുപ്പം ഇംഗ്ലീഷ് പഠിക്കാനാണ് എളുപ്പം. മലയാളത്തിൽ പഠിക്കുന്നതിനെക്കാട്ടി കണക്കും റീസണിങ്ങും ഒക്കെ ഇംഗ്ലീഷിൽ പഠിക്കാനാണ് എളുപ്പം. നിങ്ങൾ PSC ഒന്നും വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട. പിന്നെ ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല. ഇത്രയും പേര് 3000-4000 പേരെ ഒരുമിച്ചെടുക്കുന്ന ഒരു എക്സാം ഇത്രയും കുറച്ച് പഠിച്ചിട്ട്, ലിറ്ററലി ഇത്രയും കുറച്ച് പഠിച്ചിട്ട് ഇത്രയും അടിപൊളി ഒരു ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന ഒരു കോഴ്സും എനിക്കൊന്നും ഇന്ത്യയിലില്ലെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ആപ്പ് വഴിയല്ല ക്ലാസ് നമ്മളിപ്പോ ടെലഗ്രാമിൽ ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന പോലാണ് ക്ലാസ് എടുക്കുന്നത്. അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് തുടങ്ങും. ആപ്പ് വഴിയല്ല, ആപ്പ് വഴി എക്സാം ആണ് ആപ്പ് വഴി നടക്കുന്നത്. പിന്നെ നമ്മുടെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ലൈവ് ക്ലാസ് ആണ്. ഇതുപോലെ ബോർഡിൽ എഴുതിയാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ വെറും വോയിസ് റെക്കോർഡ് അല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ വേറെ ഏത് ചാനലിൽ പോയാലും, മനസ്സിലായില്ലേ, വേറെ ഏത് ചാനലിൽ പോയാലും നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനോ ഇപ്പൊ മനസ്സിലായില്ലെന്ന് പറയാനോ അവസരമൊന്നുമില്ല. ഓൾറെഡി അവർ റെക്കോർഡ് ചെയ്ത ക്ലാസ് ആയിരിക്കും, നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം. അതായിരിക്കും പലയിടത്തും പറ്റുന്നത്. ഇവിടെ അങ്ങനല്ല. നിങ്ങൾക്ക് ലൈവായിട്ട് ശരിക്കും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ, ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇരിക്കാം. വീഡിയോ ക്ലാസ് ആയിരിക്കും, നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഞാൻ ചെയ്യുന്ന മാത്സ് ആയാലും റീസണിങ് ആയാലും നിങ്ങൾക്ക് ബോർഡിൽ കാണാം. നെറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് കാണും, ക്ലാസിന്റെ റെക്കോർഡ് കാണാം. ആ റെക്കോർഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും.